ചെങ്കടൽ അടച്ചതായി ഹൂത്തികൾ പ്രഖ്യാപിച്ചു. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇസ്രായേലിന്റെ കപ്പലുകൾക്കോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കപ്പലുകൾക്കോ ഈ മേഖലയിലൂടെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. സാമ്പത്തിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വീർപ്പ് മുട്ടുന്ന ഒരു രാജ്യമായി നിലവിൽ ഇപ്പോൾ ഇസ്രായേൽ മാറിയിരിക്കുന്നു. ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്ക പോലും ഹൂത്തികളോട് കരാറുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ചെറിയ സംഭവമല്ല, വലിയ സംഭവം തന്നെയാണ്. അതായത് ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഭീകരവാദികളാണ്. ഈ ഭീകരവാദികളുമായിട്ട് ഒരു രാഷ്ട്രം കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്ന സംഭവം അങ്ങനെ തന്നെയാണ്. അതിശക്തമായിരിക്കുന്ന ഇടപെടലുകൾ ഈ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ നടത്തിയിട്ടുണ്ട്. അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ ഇടപെടലല്ല, വലിയ ഇടപെടൽ തന്നെയാണ് നടത്തിയത്. അഥവാ ചെങ്കടലിനെ സ്വതന്ത്രമാക്കുക, ഈ മേഖലയിലുള്ള ഒരു ഭീഷണി ഇല്ലാതാക്കുക, ഈ ഭീഷണി ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിന് ഉണ്ടാക്കി കൊടുക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് അമേരിക്കക്കുള്ളത്. ആ തരത്തിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇടപെടലുകളൊക്കെ നടത്തിയത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സൗദി അറേബ്യ അടക്കമുള്ള ചെങ്കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളോട് ഒരു സഹായം ചോദിച്ചു. ആ സഹായത്തിന് പകരമായ രീതിയിൽ ഒരുപാട് സഹായം തിരിച്ചു നൽകാമെന്ന് കരാറുണ്ടാക്കാം എന്നും പറഞ്ഞു. പക്ഷെ സൗദി അറേബ്യയോ അതുമായി ബന്ധപ്പെട്ട് ബഹ്റൈനോ UAEയോ ഈജിപ്തോ ഒരു രാജ്യം പോലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഒരിക്കലും അതിന് തയ്യാറല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഹൂത്തികൾക്കെതിരെ നടപടി എടുക്കുന്ന രാജ്യം തന്നെയാണ് യഥാർത്ഥ സൗദി അറേബ്യ. ഏകദേശം 10 വർഷത്തിലധികം ഹൂത്തികളുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയും UAEയും. വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ നേരെ പോലും ഹൂത്തികൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിനോട് തൊട്ട് ചേർന്നിട്ടൊരു മിസൈൽ പൊട്ടിയതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. ആ തരത്തിൽ ആക്രമിച്ച രാജ്യമാണ് ഹൂത്തികൾ. ഇറാനെയും സൗദി അറേബ്യയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അതിൽ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ആഭ്യന്തര വിഷയം ഉണ്ടായ സമയത്ത് അവിടുത്തെ സർക്കാർ അമേരിക്കക്ക് സപ്പോർട്ടും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സപ്പോർട്ടുമാണ്. ആ ഭരണ സംവിധാനം അട്ടിമറിയപ്പെടും എന്ന് ഭയത്താൽ അവിടെ ഉയർന്നു വന്നിരിക്കുന്ന ഇറാന്റെ മിലിഷ്യ വിഭാഗമായിരിക്കുന്ന ഹൂത്തി വിമതരെ ഒതുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെന്റ് സൗദി അറേബ്യയുടെ സഹായം തേടിയതാണ്. അതവർ നൽകാൻ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അതിന്റെ റൂട്ട് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഹൂത്തികളുടെ സൈനിക ബലവും ശക്തിയും ഭയാനകരമായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു. ആ നാശത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ മാത്രമാണ് പല ഘട്ടങ്ങളിലും യമൻ എന്ന് പറഞ്ഞ രാജ്യത്തിനും യമനെ സഹായിക്കാൻ വന്ന രാജ്യങ്ങൾക്കും പറയാറുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ യമനോ വിജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ദയനീയമായി പരാജയപ്പെട്ടു. യമന്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന സെന്ന പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൂത്തികളുടെ കൈവശത്തിലാണ്. അതിൻ്റെ അതിര് ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ചെങ്കടൽ വരുന്നത്. ചെങ്കടലിൻ്റെ നീളം എന്ന് പറയുന്നത് 2200 കിലോമീറ്ററാണ് അതിൻ്റെ നീളം കണക്കാക്കുന്നത്. അതിൽ ഏകദേശം 400 മുതൽ 500 കിലോമീറ്റർ വരെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണെങ്കിലും അതിലെ മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: നിയന്ത്രണത്തിലാണെങ്കിലും ബാക്കിയുള്ള മേഖലയിലേക്കും വേണമെങ്കിൽ ഇവർ ആക്രമണം നടത്തുകയും ചെയ്യും. ഹൂത്തികളെ തെരഞ്ഞ് മടുത്ത ഒരു രാജ്യമാണ് അമേരിക്ക പിന്നീട് ഈ ബ്രിട്ടന്റെ സഹായം തേടി. ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായ രീതിയിൽ 15 ദിവസം നീണ്ടു നിന്ന ഒരു ഓപ്പറേഷൻ നടത്തി. റെഡ് സീ ഓപ്പറേഷൻ എന്ന പേരിട്ടുകൊണ്ട് 15 ദിവസം നീണ്ടു നിന്ന ഒരു ഓപ്പറേഷൻ നടത്തും. ഈ ഓപ്പറേഷനിൽ ശക്തമായിരിക്കുന്ന ആക്രമണം ഹൂത്തികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്നു. വലിയ നാശങ്ങളുണ്ടായി, വലിയ നഷ്ടങ്ങളുണ്ടായി, എല്ലാ ഭാഗങ്ങളും തകർന്നു പോയി. അവരിനി ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം ഇല്ലാതായിപ്പോയി എന്നുള്ള ഡയലോഗാണ് പുറത്തുവിട്ടത്. സാധാരണഗതിയിൽ അത്തരം ഡയലോഗുകളാണ് പുറത്തു വിടാറുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടായി, ഇനി ആക്രമണം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തീയും പുകയും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു തലസ്ഥാനമായി സന്ന മാറിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ടാക്കി പുറത്തുവിട്ടത്. സംഭവം കഴിഞ്ഞ് ഏകദേശം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ പ്രയോഗങ്ങൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കപ്പലുകൾക്ക് നേരെ അവരുടെ നെഞ്ചുകൂട് പിളർക്കുന്ന തരത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. തുരുതുരാ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ
പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമേരിക്കക്കും ബ്രിട്ടനൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ പ്രതിരോധിക്കാനുള്ള സംവിധാനം അവർ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹൂത്തികൾ എന്ന് പറയുന്ന വിമത വിഭാഗം ആക്രമിക്കുന്നത് എല്ലാ സമയത്തും ഒരേ ആയുധം വെച്ചിട്ടല്ല എന്നുള്ളതാണ്. ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാഠിന്യം കൂടിയതും കാഠിന്യം കുറഞ്ഞതും പരിധി വിട്ടുള്ളതും പല തരത്തിലുണ്ട്. അപ്പോൾ ഇവർ ചേഞ്ച് ആക്കിക്കൊണ്ട് ആക്രമണം നടത്തിയപ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനം വരുന്ന മിസൈലുകൾക്ക് എത്രത്തോളം ശക്തിയുണ്ട്, ബലമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. അപ്പോൾ പിന്നെ അത് നേരിട്ട് കപ്പലിൽ പതിച്ചു. കപ്പലിൽ പതിച്ചതെന്നല്ല, ഒരു കപ്പൽ അപ്പാടെ മുങ്ങി എന്നുള്ള റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്ക പക്ഷേ അത് അല്ലാവില്ല എന്ന തരത്തിലാണ് അതിന് മറുപടി പറഞ്ഞത്. സൈനികർ നഷ്ടപ്പെട്ടതിൻ്റെ കണക്ക് ഒരുപാട് അവർക്ക് പറയാനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത് പറഞ്ഞാൽ മറ്റുള്ള സൈനികർക്ക് കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാകും എന്നതിന് അത് പറയുന്നില്ല എന്നിടത്തേക്കും കാര്യങ്ങൾ എത്തും. അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടത്തിയ സമയത്ത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടൻ്റെ കപ്പലിന് വലിയ രീതിയിൽ നാശമുണ്ടായി. ഈ യുദ്ധത്തിൽ എന്താണ് നേട്ടമെന്ന് ബ്രിട്ടനിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനോട് ചോദിച്ചു. നിങ്ങൾ ഹൂത്തികളെ ആക്രമിച്ചത് കൊണ്ട് രാജ്യത്തിന് എന്ത് നേട്ടം? രാജ്യത്തിൻ്റെ സമ്പത്ത് ഉപയോഗിച്ചും സൈനികരെ ഉപയോഗിച്ചും കൊണ്ട് നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്ത സമയത്ത് നമുക്കൊരു നേട്ടം വേണ്ടേ? ഒരു നേട്ടമില്ല. അമേരിക്ക സഹായിക്കാൻ പോകുന്നത് കൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ വർത്തമാന കാലത്ത് ഒരു ഗുണമില്ല. ലോകത്തിന് മുൻപിൽ ഒറ്റപ്പെട്ടു പോകുക മാത്രമേ ചെയ്യൂ. അതോടുകൂടി തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികാവസ്ഥ ഈ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികാവസ്ഥക്ക് ഇളക്കമുണ്ടായി. ശരിയാണല്ലോ ഈ പറയുന്നത് എന്നുള്ളത്. പിന്നീട് എന്ത് ചെയ്തു? അമേരിക്കയോട് ബ്രിട്ടൻ പറഞ്ഞു തങ്ങൾ ഈ ആക്രമണത്തിലെല്ലാം തങ്ങൾ ഒഴിയുകയാണ് എന്നുള്ളത്. അപ്പോഴത്തേനും വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ബ്രിട്ടൻ്റെ കപ്പലുകൾക്കും സൈനികർക്കും യുദ്ധവിമാനങ്ങൾക്കും പറ്റിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവർക്കും ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും എന്ത് ചെയ്തു? ബ്രിട്ടൻ മടങ്ങി. അപ്പോൾ പിന്നെ യുദ്ധഭൂമിയിൽ അമേരിക്ക ഒറ്റപ്പെട്ടു. പിന്നെ ഈ ഹൂത്തികൾ നേരിട്ട് കൊണ്ട് അമേരിക്കയുടെ കപ്പലിനെ നിരന്തരം ആക്രമിച്ച സമയത്ത് ഇതേ ഒരു അവസ്ഥ തന്നെ അമേരിക്കയ്ക്ക് ഉണ്ടായി. വല്ലാതെ തിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യം യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ ആയുധത്തെക്കാളേറെ ഇറാൻ ഉപയോഗിച്ചത് തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങൾ മുഴുവനും വിജയിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഈ യുദ്ധം മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവരുത്, യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആദ്യം സംസാരിക്കേണ്ടത് അമേരിക്കയാണ്. അല്ലാതെ ഒരു ചെറിയ കുഞ്ഞു രാജ്യമായിരിക്കുന്ന യമന്, ആ യമനത്തിലൊരു ചെറിയ ട്രൂപ്പായിരിക്കുന്ന ഹൂത്തികൾ എന്ന് പറയുന്ന വിഭാഗത്തോട് ഈ സംസാരിക്കണമെങ്കിൽ അത് ചെറിയ സംഭവം നല്ലല്ലോ ഉണ്ടായത്. ഏതായിരുന്നാലും ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് ആ യുദ്ധം അവസാനിപ്പിച്ചത്. അതിൽ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലിനെ അമേരിക്കയുടെ കപ്പലിനെ ഹൂത്തികൾ ആക്രമിക്കില്ലെന്നും യമനിൽ കയറിയിട്ട് അമേരിക്ക ആക്രമണം നടത്തില്ലെന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ച ഉടമ്പടി ഒമാനാണ് അതിൽ മധ്യസ്ഥത വഹിച്ചത്. അങ്ങനെയാണ് ആ പ്രശ്നം താൽക്കാലികമായിട്ട് തീർത്തത്. ഇപ്പം നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ ചെങ്കടൽ അടക്കപ്പെട്ടിരിക്കുന്നു. ചെങ്കടൽ മൊത്തത്തിൽ അല്ല ചെയ്തത്. 400 മുതൽ 500 കിലോമീറ്ററിൻ്റെ കൺട്രോള് യഥാർത്ഥത്തിൽ യമനിലെ ഹൂത്തികൾക്കുണ്ട്. സനയോയിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കടൽ ഭാഗത്തിൻ്റെ നിയന്ത്രണം അവരുടെ കൈവശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, സംഗതി ഞങ്ങൾക്ക് ഇത്ര കിലോമീറ്ററിൻ്റെ അണ്ടറാണെങ്കിൽ പോലും ചെങ്കടലിലെ സർവ്വ മേഖലയിലും തങ്ങൾ ആക്രമണം നടത്തും ബ്രിട്ടൻ്റെ കപ്പൽ പോയാൽ. ബ്രിട്ടൻ്റെ അല്ല, ഇസ്രായേലിൻ്റെ കപ്പൽ പോയാൽ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വയം പര്യാപ്തത നേടിയ ഒരു രാജ്യമല്ല ഇസ്രായേൽ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്, ക്ലോത്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഐറ്റംസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ ആവശ്യമായിരിക്കുന്ന പരമാവധി വസ്തുക്കളൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേലിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. കയറ്റുമതി ചെയ്യുന്ന പല ഈ ഇലക്ട്രോണിക്കിൻ്റെ വസ്തുക്കളൊക്കെ ചൈനയിൽ നിന്ന് വാങ്ങിയിട്ട് അത് പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഈ മറ്റുള്ള രാജ്യത്തെ കയറ്റി വയ്ക്കുന്ന പ്രവൃത്തി ഇസ്രായേൽ ചെയ്യുന്നുണ്ട്. പല ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ ടാബ്ലറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അത്തരം വസ്തുക്കളൊക്കെ ഇസ്രായേലിനാണ് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ബ്ലോക്ക് ആവുകയാണ്. അതാണ് ഇവർ പറയുന്നത്, യൂത്തുകൾ പറയുന്നത്, പുറത്തോട്ടോ അകത്തോട്ടോ പ്രവേശനമില്ലാത്ത രീതിയിലുള്ള അടക്കലാണ് തങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരാനും പറ്റില്ല, അങ്ങോട്ട് പോകാനും പറ്റില്ല. അങ്ങനെ ആ സമയത്ത് അവിടെ എന്തായി? അവിടെ ബ്ലോക്ക് സൃഷ്ടിക്കപ്പെടും.
ബ്ലോക്ക് സൃഷ്ടിച്ച് കാണാൻ പിന്നീടുള്ള വിഷയത്തെ സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടാവും, സാമ്പത്തികം ഇപ്പം തന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ പറയുക, ഉൽപ്പന്നങ്ങൾ പുറത്തോട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷയമാണ്. വിദേശ നാണ്യം നേടിക്കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങളിൽ എല്ലാം ഇപ്പം കെട്ടിക്കിടക്കുകയാണ് എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ പല ഫാക്ടറികളും അടക്കപ്പെട്ടിരിക്കുന്നു. നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അതിന് വിഷയമല്ല. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നത് അതിനും വിഷയമല്ല. പക്ഷേ എന്താവുന്നില്ല, വിൽപ്പന നടത്തില്ല. അപ്പോൾ സാമ്പത്തിക തകർച്ച ഉണ്ടാവും. ഏതായിരുന്നാലും ചെങ്കടൽ അടക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ, അടക്കപ്പെട്ടു, അതിൻ്റെ ഒരു തുടർ ചലനം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയാനകരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.